സ്പർശനം പാടില്ല. കാത്തിരുന്ന് മുഷിഞ്ഞില്ലേ? ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. സാരില്ല സാരില്ല. ഞാൻ വൈകി പോയത് കരീംകയും ചന്ദ്രേട്ടനും കൂടി വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയവരെ വഴക്ക് പറയായിരുന്നേ. ഞങ്ങള് റോഡിൽ വെച്ചിട്ട്. കുടിക്കുന്ന ഒരു ഫ്രണ്ട്സ് എനിക്കില്ല, കാരണം ഞാൻ കുടിക്കില്ലേ. ഒരു പെരുമഴ പെയ്ത് തീർന്ന പോലെ തോന്നുക. എത്ര മാസങ്ങൾ, എത്ര പെൺകുട്ടികൾ. എന്ത് കാര്യം? പഴയ ആളുകൾ പറഞ്ഞത് എത്ര ശരിയാ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കണമെന്ന്. എനിക്ക് വേണ്ടി ദൈവം കണ്ടുവച്ച പെണ്ണിനെയല്ലേ എനിക്ക് കാണാനൊക്കൂ. സത്യം പറഞ്ഞ ദൈവത്തിന് എന്തൊക്കെ ജോലിയല്ലേ. മനുഷ്യനെ സൃഷ്ടിക്കണം, അവന് ഭക്ഷണം കൊടുക്കണം, ജോലി ഏർപ്പാടാക്കണം, കല്യാണവും നടത്തിച്ചു കൊടുക്കണം. ഈ കല്യാണ ബ്രോക്കർമാർക്ക് കാശ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അടിസ്ഥാനപരമായി ദൈവം തന്നെയല്ലേ കല്യാണ ബ്രോക്കർ. ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലാകുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി കറങ്ങി നടന്ന് ഞാൻ കണ്ട ഒരു പെൺകുട്ടിയെ എനിക്കിഷ്ടായില്ല. ഒരുപക്ഷെ പ്രിയേക്കാൾ സുന്ദരികളായ എത്രയോ പെൺകുട്ടികളെ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവരാരും എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നില്ല. എന്നാലോ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ആദ്യമായി കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സെന്നോട് പറഞ്ഞു, ദീപു, ഇതാണ് നിന്റെ പെണ്ണ്, കണ്ടോളൂ, കണ്ണു നിറയെ കണ്ടോളൂന്ന്. പിന്നങ്ങോട്ട് പ്രാർത്ഥനയായിരുന്നു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോരുതെന്ന്. എന്റെ സംഭാഷണം കുറച്ച് കൂടുന്നുണ്ടല്ലേ, ക്ഷമിച്ചുകളാ. സംസാരിച്ചു തുടങ്ങിയപ്പോ ബ്രേക്ക് പോയതാ. ക്ഷീണം മാറിയും എഴുന്നേറ്റിരിക്കെ, എന്നിട്ട് കുറച്ചു നേരം പ്രിയ സംസാരിക്കെ ഞാൻ കേട്ടിരിക്കാം. അപ്പൊ ഒന്നും കേട്ടില്ല. പ്രിയേ, സ്പർശനം പാടില്ല. ഉണർത്താനല്ലേ സ്പർശിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. ഓ പ്രിയേ, എന്താ എന്താ മോളെ? എന്താ എന്തിന്? എന്താ എന്ത് പറ്റി? എന്താ? ഏയ് ഒന്നുമില്ലെന്നേ. സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി താമസിക്കുന്നതല്ലേ, അതിന്റെയാ. മോൾ അങ്ങോട്ടിരിക്കെ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ലെന്നേ, നിങ്ങൾ പൊയ്ക്കോ. എന്തുണ്ടായി? ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. മോള് പേടിച്ചു പോയോ? കൊറേ നാളായില്ലേ കല്യാണം എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ചിലപ്പോ അവന്റെ നിയന്ത്രണം വിട്ടുപോയി കാണും. നാണക്കടായി. ഞാൻ പോയി അവനൊന്ന് കണ്ടിട്ട് വരാം. ദീപു, അവിടെ നിക്ക്. എന്താ ഉണ്ടായത്? അത് വിജയേട്ടാ, ഞാൻ പിന്നെ അമ്മയും അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു. കുറച്ചൊക്കെ കൺട്രോൾ വേണ്ടേ? അയ്യോ വിജയേട്ടാ, അതിന് ഞാൻ സാരമില്ല, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഓക്കെ? അല്ല, അത് ദീപു, ദീപു, ഇന്ന് കാലത്ത് ചായ ഉണ്ടോന്ന് വിളിച്ചിട്ട് നീ എന്താ വാതില് തുറക്കാഞ്ഞത്? ഞാൻ അറിഞ്ഞില്ലേ ചേച്ചി. ഞാൻ കൊറേ നേരം തട്ടി. ഓഹോ, പോത്തുപോലെ വളർന്നു, പെൺകുട്ടികളോട് പെരുമാറാൻ പഠിച്ചിട്ടില്ല. ആ ചെടി വേണ്ട, നെക്സ്റ്റ് വൺ. രമ്യമോള, അതല്ല അടുത്തത്. ദീപട്ടാ, ഇതുണ്ടോ? ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മുറ്റത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. അതങ്ങോട്ട് വെച്ചു മോളെ. ഇതിപ്പോ എവിടെ വെക്കാ? അവിടെ വെക്കാം. എക്സോറ ഒരെണ്ണം പോലും ഇല്ല. നമ്മുടെ ചെത്തിയില്ലേ, ചെത്തി, അതിന്റെ കാര്യമോ പറഞ്ഞത്. നമ്മുടെ ലോണിന്റെ കോർണറിൽ ഒരു അശോകമരം വേണം. അശോകമരം എന്ന് വെച്ചാൽ എന്താ അതിന്റെ ബൊട്ടാനിക്കൽ നെയിം? ഓ യെസ്, സൊറാക്ക ഇൻഡിക്ക. ഓ, എന്താ അവളുടെ വെയിറ്റ്, കൈ വേദനിക്കുന്നു. മോളെ, ആ സൈക്കിൾ എടുത്തോണ്ട് വാ. നമുക്കിവിടെ നല്ലൊരു ഗാർഡനർ വേണം. ചെടികളെ പറ്റിയും പൂക്കളെ പറ്റിയും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെ. മിനിമം ക്വാളിഫിക്കേഷൻ BSc ബോട്ടണി, ഒപ്പം ഗാർഡനിങ് അറിഞ്ഞിരിക്കണം. അതാ സൈക്കിൾ വന്നല്ലോ.
മോക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ? സാരമില്ല, ആന്റി തള്ളി തരാം കേട്ടോ. ടാറ്റാ. പിപ്പി പിപ്പി പിപ്പി. കൊച്ചു കള്ള ഇവിടെ ഒളിച്ചിരിക്കല്ലേ. ഞാൻ വീട്ടിൽ പോയിരുന്നു, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. സത്യം പറയാലോ മോനെ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. അതെന്തിന്? പുറത്താരെങ്കിലും പടക്കം പൊട്ടിച്ചോ? ചിലക്കാണ്ടിക്കട. നമ്മുടെ ദീപുവിന്റെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് ആണ് ഇന്നലെ കഴിഞ്ഞത്. സംഗതി എന്തായി, എവിടം വരെ എത്തിക്കാണുമെന്ന് ആലോചിച്ച് ഉറക്കം പോയിന്ന്. പറ 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 മോനെ ദീപു, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം വിശദമായിട്ട് പറയണം. ഗ്ലാസിൽ പാലുമായി നമ്രശ്രസ്കേ വരുന്ന ഭാഗം വേണ്ട. ചട്ടം. ഏത് ഭാഗം വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നീയല്ല. അതുകൊണ്ടല്ല, ഈ പാലും കൊണ്ട് വരുന്നത് സിനിമയിലൊക്കെ ധാരാളം കണ്ടതല്ലേ. ഛേ, വിഡ്ഢി. ഇത് സിനിമയല്ല, പച്ചയായ ജീവിതമാണ്. ഞങ്ങൾ ഇന്നലെ സ്പർശനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആരാ ആദ്യം സ്പർശിച്ചേ? നാണിക്കണ്ട, പറഞ്ഞോളൂ. കരീമിക്കൊക്കെ രമേശിന് അപ്പുറത്ത് വേറെ ജോലിയൊന്നുമില്ലേ? ആ, അത് ശരിയാ. നിങ്ങളൊന്ന് പുറത്തു പോ. ദീപുവിന് എന്നോട് മാത്രമായിട്ട് പറയാൻ കാണുവേ. പറ പറ. ആ പരിപാടി നടക്കൂല. ഇത് കേട്ട് കഴിഞ്ഞിട്ടുള്ള ജോലി മതി. എഴുന്നേക്ക്. എങ്ങനെ എഴുന്നേക്ക്. എഴുന്നേറ്റോ? എഴുന്നേക്കടോ. തനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, എന്നിട്ട് നാണമില്ലാത്ത ഫസ്റ്റ് നൈറ്റിന്റെ വിശേഷം ചോദിച്ചു വന്നിരിക്കുന്നു വൃത്തികെട്ടവൻ. താനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലോ. അല്ല ദീപു, നമ്മൾ മിണ്ടി പോരുത്. സാരയില്ല ചന്ദ്രട്ടേക്ക് പോരെ. ഈ രമേശിന്റെ കല്യാണം കഴിയുമ്പോ അവന്റെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് ചോദിക്കാം. പോടൊപ്പം. ഹലോ, രമ്യമോള, പ്രിയ ആന്റിക്ക് കൊടുക്കുവോ? ആന്റി ഇതാ ഫോൺ. ഹലോ ദീപേട്ടാ, എവിടുന്ന് വിളിക്കുന്നു? ഐ എം സോറി, റിയലി സോറി. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? അത് വേണ്ട, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം, അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അധികമൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ലത ചേച്ചിയും അമ്മയൊക്കെ എന്ത് പറയുന്നു? അവരൊന്നും പറയുന്നില്ല. ഞാനിവിടെ പ്ലാൻസ് ഒക്കെ ശരിയാക്കുന്നതിന്റെ തിരക്കില. ആണോ? അതൊക്കെ പോട്ടെ. വൈകുന്നേരം വരുമ്പോ ഞാൻ പ്രിയക്ക് എന്താണ് മേടിച്ചോണ്ട് വരേണ്ടത്? എനിക്കൊരു തോക്ക് കിട്ടിയ നന്നായിരുന്നു. തോക്കോ? പൂക്കളിൽ വന്നിരിക്കുന്ന വണ്ടികളെ വെടിവെക്കാൻ നല്ലൊരു തോക്ക്. തമാശ പറഞ്ഞാണല്ലേ? എങ്കിൽ നോക്കിക്കോ, ഞാൻ തമാശ പറഞ്ഞ് പ്രിയെ ഞാൻ ചിരിപ്പിച്ച്. ഒരു മിനിറ്റ്, എനിക്കിതാ വേറെ ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, പ്രിയ, ദീപ്തി, രമ്യ, എല്ലാരും കഴിക്കാൻ വന്നോളൂ. അമ്മേ ഇരിക്കെ. സൗമിനി, എല്ലാം എടുത്തിട്ട് വാ. ദീപേട്ടൻ എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. നല്ല വിശപ്പ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ആ. ഇന്ന് ഞാൻ സെർവ് ചെയ്തോളാം. വേണ്ട, പ്രിയ ചേച്ചി ഇരുന്നോളൂ. മതി. ഇങ്ങ് തമള, ഞാൻ എടുത്തോളാം. ചിക്കൻ കറി, തോരൻ, തീയൽ, സാമ്പാറില്ലേ? ദീപേട്ടന് സാമ്പാർ ഇഷ്ടല്ലേ? എന്നാ ഞാൻ പോയി സാമ്പാർ എടുത്തോണ്ട് വരാം. ഈ കുട്ടി എന്താ ഇങ്ങനെ? അയ്യോ, കാലേ വീണോ? അവിടുന്ന് അനങ്ങണ്ട, കുപ്പിച്ചില്ലേ ഉള്ളൂ. സൗമിനി, ആ തുടയ്ക്കാനുള്ള തുണി ഇങ്ങെടുത്തോണ്ട് വന്നേ. എന്തിനാ മോൾ ഇതൊക്കെ ചെയ്യാൻ പോയത്? ഇങ്ങോട്ട് മാറി നിക്ക്. ഇങ്ങോട്ട് ഇങ്ങോട്ട്.